Dear students, ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡി മോർഗൻസ് തിയർ ആണ്. ഓഗസ്റ്റ് ഡി മോർഗൻ found out that Boolean algebra has a significant importance, and he has the first to acclaim Boole's great achievement, and he discovered two important theorems. അപ്പം നമുക്ക് ബൂളിയൻ എക്സ്പ്രഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നു. ബൂളിയൻ ഇക്വേഷൻസ് അതുപോലെ ലോജിക് ഗേറ്റ്സിൻ്റെ ഒക്കെ റെഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തിയറാണ് ഡി മോർഗൻസ് തിയറം എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് എ സം ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി സംസ്. It states that the complement of a sum is the product of the complements എന്ന് പറയാൻ പറ്റും. അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എ ഓർ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ്. ഇത് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലിമെൻറ്റ് ഓഫ് ദി സം, സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ദി കോംപ്ലിമെൻറ്റ്സ്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഡി മോർഗൻസ് തിയറം എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് കേസിൽ ഒരു നോർ ഗേറ്റ് എടുക്കുക. അപ്പോൾ എ ഓർ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ നോർ ഗേറ്റ് ആണ്. സോ നമ്മളൊരു നോർ ഗേറ്റ് എടുത്തിട്ട് അതിൻ്റെ ഇക്വലൻസി നോക്കിക്കഴിഞ്ഞാൽ നോർ ഗേറ്റ്, ഒരു നോർ ഗേറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ളത് പറയുന്നത് ഒരു ഇവിടെ കിട്ടുന്നത് ഇപ്പോൾ ഈ സെക്കൻഡ് ഗേറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുക എ കോംപ്ലിമെൻറ്റ്, എൻ്റെ എ കോംപ്ലിമെൻ്റ് എന്ന് കിട്ടും, ബീൻ്റെ ബി കോംപ്ലിമെൻ്റ് എന്ന് കിട്ടും. ദെൻ ഇവിടെ വരുമ്പോൾ അത് എന്താവും എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ്. സോ ഇഫ് വി ഹാവ് എ ഗേറ്റ് ലൈക്ക് ദീസ്, ത്രീ ഗേറ്റ്സ് ദാറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് എ സിംഗിൾ ഗേറ്റ് ലൈക്ക് ദിസ് നോർ ഗേറ്റ്. ഇനി ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് വെരിഫൈ ചെയ്യാം. ഈ കേസിലിപ്പം ഇവിടെ നമുക്ക് ലെഫ്റ്റിൽ കാണുമ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്, എ ആൻഡ് ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. എയും ബിയും 0 ആകുമ്പോൾ എ ഓർ ബി കോംപ്ലിമെൻറ്റ് 1 ആണ്, 0 1ന് അത് 0 ആണ്, 1 0ക്ക് 0 ആണ്, 1 1ന് അത് 0 ആണ്. അതേപോലെ നമുക്ക് എ ആൻഡ് ബി എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ് നോക്കുകയാണെങ്കിലും ഇഫ് എ ഈസ് 0 ആൻഡ് ബി ഈസ് 0, എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ് ബോത്ത് ആർ 1, ദെൻ 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ദെൻ സെക്കൻഡ് കേസിൽ എ കോംപ്ലിമെൻറ്റ് വിൽ ബി 1, ബി കോംപ്ലിമെൻറ്റ് വിൽ ബി 0, സോ ദ പ്രൊഡക്റ്റ് the end of 1 and 0 is 0. ഇനി അടുത്ത കേസിൽ ഇഫ് ഇറ്റ് ഈസ് 1, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്, 0ൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്, അതിൻ്റെ റിസൾട്ട് 0 കിട്ടും. 1 1 വരുമ്പോൾ രണ്ടും കോംപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ടും 0 ആണ്, അതിന് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ അത് 0 കിട്ടും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഔട്ട്പുട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രൂത്ത് ടേബിൾ സെയിം ഇൻപുട്ട് കോമ്പിനേഷൻസിന് നമുക്ക് സെയിം ഔട്ട്പുട്ട് കോമ്പിനേഷൻസ് ആണുള്ളത്. സോ ബോത്ത് ആർ ഇക്വലൻ്റ്. സോ the first statement says that the sum of the complement is equal to the product of the complements. So that is a verification of the first De Morgan's theorem. ഇതിനൊരു വേറൊരു റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ആ 3 ഗേറ്റിന് പകരം നമുക്ക് ഈ ഒരു റെപ്രസെൻറ്റേഷനും ഇതിവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്, സിംബോളിക് ആയിട്ട് റെപ്രസെൻറ്റേഷൻ. ഇവിടെ എനെ കോംപ്ലിമെൻറ്റ് ചെയ്തു, എ കോംപ്ലിമെൻറ്റ്, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ബി കോംപ്ലിമെൻറ്റ്, and the result is a complement and b complement. So the result of the first De Morgan's theorem is the symbolic representation is like this, that is this is a or b complement, and this one it is a complement and b complement. നെക്സ്റ്റ് ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇതിൽ ഫിഗർ എയിൽ തന്നിട്ടുള്ള ഒരു ലോജിക് സർക്യൂട്ട് ഉണ്ട്. ഫിഗർ എയും ബിയും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇവിടെ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് നോർ ഗേറ്റുകൾ ഇവിടെ വന്നപ്പോൾ അത് ഓർ ഗേറ്റ് ആയി മാറിയിട്ടുണ്ട്. ഈ നോർ ഗേറ്റ് ഇവിടെ വന്നപ്പോൾ അത് ആൻഡ് ഗേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡി മോർഗൻസ് തിയറിൻ്റെ ഒരു പാർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നമുക്ക് ഈ നോർ ഗേറ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഒരു ബബിൾഡ് ആൻഡ് ഗേറ്റ് ആക്കാൻ പറ്റും. ഓൾറെഡി ഇവിടെയുള്ള ഈ നോർ ഗേറ്റ് ഇവിടെ ഉണ്ട്. ഇനി രണ്ട് ബബിൾ വന്നു കഴിഞ്ഞാൽ സപ്പോസ് ഇവിടെ ഒരു കോംപ്ലിമെൻറ്റ് വരികയാണെങ്കിൽ എ കോംപ്ലിമെൻറ്റ്
അതിനെ എഗെയിൻ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് അത് ഇവിടേക്ക് എടുക്കുന്നത്. അപ്പോൾ അത് എഗെയിൻ അത് എ ആയിട്ട് മാറും. അപ്പോൾ 2 ബബിൾസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബബിൾ ഇല്ലാത്തൊരു കേസാവും. സോ ദ ഫൈനൽ റിസൾട്ട് വിൽ ബി ലൈക്ക് ദിസ്. നെക്സ്റ്റ് സെക്കൻഡ് ഡിമോർഗൻസ് തിയറം ആണ്. സെക്കൻഡ് ഡിമോർഗൻസ് തിയറം സേസ് ദാറ്റ് the complement of a product is equal to the sum of the complements. പിന്നെ ബൂളിയൻ എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നത്. എ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇതിന് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലോജിക് എയ്റ്റ്സ് യൂസ് ചെയ്തിട്ടും അതുപോലെ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ടും കാണിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇതിൽ എ ഈസ് ഹിയർ, ഇവിടെ നമുക്ക് കിട്ടുന്നത് എ കോംപ്ലിമെൻ്റ് ആണ്. B is here, we will get B complement here, and A complement and B complement given to OR gate, the output will be A complement or B complement. So ഇതിനെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എ ബബിൾഡ് ഡബിൾ ബബിൾഡ് OR ഗേറ്റ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഷോർട്ടസ്റ്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. ഇനി അതിൻ്റെ ലെഫ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് പാർട്ട് ഈസ് ദ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് എ ബി ഹോൾ കോംപ്ലിമെൻറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ NAND gate. So a NAND gate can be replaced by a gate like this, that is our double bubbled OR gate. That is the second De Morgan's theorem. Next we are discussing about the exclusive OR gate. Exclusive OR gate is a gate in which it recognizes these words which have an odd number of ones. Suppose the input contains odd number of ones, then the output will be 1. That is the verification for the exclusive OR gate, or that is the term for the output of an exclusive OR gate. And we can see here this exclusive OR gate is abbreviated as XOR gate, and the Boolean expression for this exclusive OR gate is y is equal to A complement B or A B complement. So we can construct the gate using, first of all we have two inputs A and B. So first of all A is inverted here, this is A complement, the output here, and A complement is here. We have B itself is there, then here this B comes as B itself, then here A complement, here B, and the result of this is A complement and B here. So here and here what we get is here we have B complement and A directly from here, then the output here is A B complement. So here we have A complement B, and here we have A B complement. So that two given to an OR gate, the output will be A complement B or A complement B. You can write like this: A complement B or A B complement. So this is the Boolean expression for the exclusive OR, that you have to remember y is equal to A complement B or A B complement. And the simplest representation or the symbolic representation of an exclusive OR gate is like this. We can draw like this. It is you can put an OR gate here along with another curl here. That is this is the representation for an exclusive OR gate. You can and we can by Boolean expression we can write in short the expression as y is equal to A exclusive OR B, or y is equal to A exclusive OR. You have to put the sum in a round. That is A exclusive B is the short form for the exclusive OR gate. Then we can verify the truth table here. A complement B, if A and B are both 0, then A complement B is again 1 into 0, that is 0. Then B complement A is again 0, so the result will be 0. Then in the second case, if A and B, A is 0, B is 1, then you can see that in that case A complement B is A is 0, so A complement is 1. Then B is 1 itself, so 1 into 1 is also 1. Then A B complement, A is already
0, B complement is again 0, and the result is 0. So 1 or 0, the result will be 1. Similarly, you can try all the results, and the truth table for this will be like this. That is, in the first case, it contains no ones. In the second case, if it has 2 input, it contains one input as 1, or it contains an odd 1 in its input. So the output is 1. In this case also, it contains an odd number of ones in the input, so its output is 1. And in the last case, if both are ones, that means it contains even number of ones, so the output will be 0. The results of which can be summarized like this: 0 or 0, 0 exclusive 0 is equal to 0, 0 exclusive 1 equal to 1, 1 exclusive 0 equal to 1, 1 exclusive 1 is equal to 0. These are the short representations of the truth table. Now, ഈ ഒരു ഫിഗറിൽ കാണുന്നത് നമ്മൾ രണ്ട് എക്സ്ക്ലൂസീവ് ഓർ കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഒരു എക്സ്ക്ലൂസീവ് ഓറിൽ കൊടുത്തിട്ടുള്ള ഒരു സർക്യൂട്ടാണ് എ പാർട്ടിൽ കാണുന്നത്. ദെൻ അതിൽ ഫസ്റ്റ് പാർട്ടിൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു പാർട്ടിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എ എക്സ്ക്ലൂസീവ് ബി ആണ് ഇവിടെ കിട്ടുന്നത്. ഈ പാർട്ടിൽ നമുക്ക് കിട്ടുന്നത് എഗെയിൻ എ എക്സ്ക്ലൂസീവ് ബി ആണ് ഇവിടെ കിട്ടുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദീസ്, സപ്പോസ് നമ്മൾ സിയും ഡിയും എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് C exclusive D എന്ന് കിട്ടും. Then these two are again exclusive given to the input of the third exclusive gate. So the result will be A exclusive B for the first one, then C exclusive D for the second one. That again in between one exclusive also comes. അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ നേച്ചർ അറിയാൻ നമ്മൾ ഒരു വാല്യൂ കൊടുക്കുകയാണ്. സപ്പോസ് നമ്മൾ ഒരു കോമ്പിനേഷൻ കൊടുക്കുന്നു A0 B0 then A0 B0 C0 D1 എന്നുള്ള കോമ്പിനേഷൻ കൊടുത്ത് 0 exclusive 0 is 0, 0 exclusive 1 is 1, then 0 exclusive 1 is 1. സോ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട്, ദാറ്റ് ഇസ് എ വേർഡ് ഈസ് 0 0 0 1. ഈ ഒരു വേർഡിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇവിടെ 1 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗേറ്റിൻ്റെ നമുക്കൊരു ഷോർട്ടസ്റ്റ് സിംബോളിക് റെപ്രസെൻറ്റേഷനായിട്ട് വേണമെങ്കിൽ ഈ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സർക്യൂട്ടിൻ്റെ നമ്മൾ ഔട്ട്പുട്ടിനെ പറ്റിയിട്ടുള്ള നമുക്ക് ഒരു സ്റ്റഡി നടത്തണമെങ്കിൽ നമ്മളിപ്പം ഇവിടെ ജസ്റ്റ് ഇൻപുട്സ് എ ബി സി ഡിക്ക് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് എടുത്തു നോക്കാം. ഫസ്റ്റ് കേസിലെല്ലാം 0 ആണ്, ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ 0 0 0 1 ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ്, ഔട്ട്പുട്ട് 1 ആയിരിക്കും. വേറൊരു എക്സാമ്പിൾ ഇവിടെ 0 1 0 1 ആണെങ്കിൽ സിൻസ് ഇറ്റ് ഇസ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ഈവൻ നമ്പർ ഓഫ് വൺസ് വന്നുകൊണ്ട് ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തിട്ട് തന്നെ എഴുതാൻ പറ്റും, സിൻസ് ദ ഗേറ്റ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്. ഇനി ഈ എക്സ്ക്ലൂസീവ് ഗേറ്റിൻ്റെ ഒരു അപ്ലിക്കേഷൻ പറയുന്നത് പാരിറ്റി ചെക്കിംഗ് ആണ്. സപ്പോസ് ഒരു ഒരു ബൈനറി വേർഡ് നമുക്ക് തരികയാണ് 1 1 0 1 1. അതിൽ നമ്പർ ഓഫ് വൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഹാസ് ആൻ ഈവൺ പാരിറ്റി എന്ന് പറയാൻ പറ്റും. ഇനി വേറെ നമ്പർ സപ്പോസ് 1 1 0 0 0 1. അപ്പോൾ ഈ നമ്പറിൻ്റെ പാരിറ്റി ഇറ്റ് ഈസ് ഓഡ് ആണ്, ബിക്കോസ് അതിൽ 3 വൺസ് വരുന്നുണ്ട്. അപ്പോൾ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിലേക്ക് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഇൻപുട്ട് കൊടുത്ത്, സപ്പോസ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഇപ്പോൾ ഫസ്റ്റ് നമ്പർ നമ്മൾ കൺസിഡർ ചെയ്തു. ഫസ്റ്റ് നമ്പർ നമ്മൾ ഇവിടെ 6 ഇൻപുട്ട് ഉണ്ട്. 6 ഇൻപുട്ട് വരുന്ന ഒരു എക്സ്ക്ലൂസീവ് ഓറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് 0 ആണ് കിട്ടുക, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ദിസ് ഈവൻ നമ്പർ ഓഫ് വൺസ്. സെക്കൻഡ് നമ്പറാണ് നമ്മൾ ഒരു എക്സ്ക്ലൂസീവ് ഓറിലേക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ സിൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ഈ ഓഡ് നമ്പർ ഓഫ് വൺസ്, എക്സ്ക്ലൂസീവ് ഓറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ ബൈ ചെക്കിംഗ് ദി ഔട്ട്പുട്ട് ഓഫ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് യു ക്യാൻ predict whether the given number is of having odd parity or even parity. If it has an odd parity, that will produce a high output, and if it has if it is low, then we can say that the number has even parity. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദ ഓഡ് പാരിറ്റി ടെസ്റ്റർ എന്ന് പറയാൻ പറ്റും ഒരു എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിന്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദി ബൂളിയൻ ആൾജിബ്ര ആൻഡ് കെർണോ മാപ്സ് ആണ്. അതിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ നോക്കാം ബൂളിയൻ ആൾജിബ്ര. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടേം ഫോർ ദി ഡിസൈനിങ് ഓഫ് ലോജിക് സർക്യൂട്ട്സ്. And digital design usually begins by specifying a desired output with a truth table and arriving with a logic circuit.
And Boolean algebra and kernel maps are the tools used to transform a truth table into a practical logic circuit. So by using a Boolean algebra and kernel map, we can transform a truth table to a practical logical circuit. And the Boolean relation, we can see here we have suppose we have two inputs A and B given to OR gate, then we have inverting that inputs B and not inverting, we are alternating changing that input. The first terminal is given to B and the second one is given to A, then both the outputs will be the same. That the conclusion is that A plus B is equal to B plus A, or B is equal to B or A. So that is a commutative property in addition, we can say, in the usual mathematical addition. Similarly, suppose we are changing the two inputs of an AND gate, then also we will get the same output, that is AB is equal to BA, and these two relations we can say the commutative laws of this addition and addition and multiplication in the usual mathematics. So here that is also valid in the case of logic gates. Here we will not read it as A plus B or B plus A, we will read it as A or B, B or A, like that. Now suppose we are adding three inputs, A or B or C, suppose we are adding, then first of all we are using a two input OR gate B and C as its input, then the output of that is given to another two input OR gate, then the result will be Y is equal to A plus that is B plus C is added first, B plus C is added, B and C is added first, then along with it A is added. That is the process on the left hand side. So in the second case here, in the first OR gate we are adding or we are ORing this A and B, then along with that we are ORing this C. So the part is shown as A plus B within a bracket, then OR C. And this property we can say is that is the conclusion is that A or B or C is equal to A or B or C. That is the associative law we can say in the case of OR gates, and that is also valid in the case of AND gate. In this we can see that is first of all we are taking the AND of B and C here, B and C here, then we are taking its AND with A, then the result will be A and BC. Then in the second part here we are taking, first of all we are taking AB, then that is ANDing with the C, so the result is A within bracket AB and C. So both the results are the same, A and BC is equal to AB into C. So this is the associative law for ANDing. And now the third property is the distributive law, which says that suppose we have an AND gate and an OR gate, then A and B or C, and the result will be equal to A and B or A and C. So that is termed as the distributive property, and converting that into a gate form, that is B or C is given to OR gate, and the output here will be B or C here. Then that is ANDing with an A and AND gate, then the result will be A and B or C. So that is the first left hand side part of this one. Then come to the right hand side, we can change that into the logic gate. So here we have one input A, then one input B and the other input C. So first of all A is given to B, this one, so here the output is A and B. Then here it is A is also given to this gate, so here the output is C. Then the total AB and AC is given to an OR gate, so the result here will be it is AB or AC. So this is the distributive law for the Boolean expression. Now we can say some relations, we can predict some relations in OR operation. The relations are, first of all, A or 0 will be equal to A, then A or A is equal to A or 1 is equal to 1, A or A complement is equal to 1. All this you can prove. A or 0 means A can take value 1 or 0, so 1 plus 0 it will be 1. If it is 0 plus 0, then the result is 0. So in all cases, what is the A? That is the result. So that is the meaning of the first statement.
Then A or A is equal to, suppose if A is 1, then 1 or 1, that is 1. If A is 0, then 0 or 0 is 0. So in both cases the input this A is the output. Y is equal to A എന്ന് പറയാൻ പറ്റും നമുക്ക്. നെക്സ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A or 1 ആണ്. A or 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 or 1 ഇറ്റ് വിൽ ബി 1. ഇഫ് A 0 ആണെങ്കിൽ 0 or 1ഉം എന്തായിരിക്കും 1 തന്നെ ആയിരിക്കും. അപ്പോൾ A or 1 എന്ന് പറയുന്ന ഒരു ബൂളിയൻ എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും 1 ആയിരിക്കും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറിൻ്റെ കേസിൽ A or A കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ റിലേഷനാണ്. A കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് സപ്പോസ് A ഈസ് 1, ദെൻ A കോംപ്ലിമെൻറ്റ് ഈസ് 0. 1 or 0 ഈസ് ഈക്വൽ ടു 1 ആണ്. ദെൻ A ഈസ് 0 ആണെങ്കിൽ A കോംപ്ലിമെൻറ്റ് ഈസ് 1 ആണ്. അത് കേസിൽ അതിൻ്റെ A കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എപ്പോഴും A or A കോംപ്ലിമെൻറ്റ് റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും 1 ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഓർ ഗേറ്റിൽ നമുക്ക് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള വരുന്ന ബൂളിയൻ ഇക്വേഷൻസ്. നെക്സ്റ്റ് നമുക്ക് ആൻഡ് ഓപ്പറേഷനിൽ വരുന്ന ചില റിലേഷൻസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ A and 1 ഈസ് ഈക്വൽ ടു A ആണ് റിസൾട്ട്. 1 and 1 ആണെങ്കിൽ 1 ആണ് റിസൾട്ട്. ദെൻ 0 and 1 ആണെങ്കിലും 0 ആണ് റിസൾട്ട്. സോ എന്താണോ നമ്മൾ A കൊടുത്തത് അത് തന്നെയാണ് നമുക്ക് ഇതായിട്ട് കിട്ടുന്ന റിസൾട്ടായിട്ട് കിട്ടുന്നത്. സോ ജനറലി വി ക്യാൻ സേ ദാറ്റ് A and 1 ഈസ് ഈക്വൽ ടു A എന്ന് പറയാൻ പറ്റും. അനദർ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A and A ആണ്. A and A 1 and 1 1 ആണ്. 0 and 0യും 0 ആണ്. സോ A തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ദ റിസൾട്ട് ഈസ് A and A ഈസ് ഈക്വൽ ടു A. ദെൻ അനദർ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A and 0 എന്ന് പറയുമ്പം 1 and 0 വരാം, 0 and 1 വരാം, 0 and 0 വരാം. ഈ രണ്ട് കോമ്പിനേഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ള. രണ്ട് കേസിലും റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും. ദെൻ ദ തേർഡ് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A and A കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 0യും 1ഉം വന്നു കഴിഞ്ഞാൽ ആൻഡ് ആയതുകൊണ്ട് അത് 0 ആണ്. അതുപോലെ A 1 ആണെങ്കിൽ A കോംപ്ലിമെൻറ്റ് 0 ആണ്. അപ്പോഴും റിസൾട്ട് എന്താണ് 1 ആണ്. അപ്പോൾ A and A കോംപ്ലിമെൻറ്റ് 0 ആണ്. ഇത്രയും റിലേഷൻസ് ആണ് നമുക്ക് ഈ ആൻഡ് ഗേറ്റിനെ കണക്ട് ചെയ്യുന്നുള്ളത്. ദെൻ അനദർ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A ഡബിൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു A എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട്. കോംപ്ലിമെൻറ്റ് ഓഫ് കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു ദ വേരിയബിൾ ഇറ്റ് സെൽഫ്. Then we have the De Morgan's theorem. We have two De Morgan's theorem. We have one is the first theorem, A or B all complement equal to A complement and B complement. Then second theorem says that AB all complement equal to A complement or B complement. അപ്പോൾ ഇതിലിനി രണ്ട് തിയറം, ഡ്യുവാലിറ്റി തിയറം സം ഓഫ് പ്രൊഡക്റ്റ് മെത്തേഡും കൂടെ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ.